കല്ലുമ്മക്കയുടെ ഷെല്ല് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു കമന്റ് വന്നായിരുന്നു. ആക്ച്വലി ഒരെണ്ണം ഇടാനിരുന്നു. കമന്റ് കണ്ടപ്പോ ഒന്നും കൂടി ഓടി. കല്ലുമ്മക്കയുടെ മാത്രമല്ല കക്കാറച്ചിയുടെയും വേറെ കുറച്ച് ഷെൽസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു വുഡൻ പീസ് എടുത്തിട്ട് ടോപ്പ് പോർഷനിലായിട്ട് ഹോളാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചാക്കുനൂല് ബാക്കി കൂടി രണ്ടെങ്കിലും കയറ്റി കൊടുത്തിട്ട് നല്ലോണം ടൈ ചെയ്ത് കൊടുത്ത് ഇതേപോലെ അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് സെറ്റായി. ഇനി അതിൽ എവിടെയെങ്കിലും കിടത്തി കൊടുത്തിട്ട് ടോപ്പില് കല്ലുമ്മക്കയുടെ ഷെല്ല് ഓരോന്നും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ ഷേപ്പിലോ ബട്ടർഫ്ലൈ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യും. എന്റെ ഫ്ലവർ ആയതുകൊണ്ട് കോട്ടൺ വൈറ്റ് ഡ്രോപ്പ് വെച്ചിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് കൊള്ളാം. എന്തായാലും ഒട്ടിച്ച് കളയാം. അതിന് നമ്മുടെ ഫെവിക്കോൾ തന്നെ ധാരാളം. ഞാനിവിടെ ഫ്ലെക്സിക്കൊക്കെ എടുത്തു പണിയൊന്നും എളുപ്പാക്കാനാണേ. ഒട്ടിക്കുമ്പോ കൈ ഒട്ടാതിരിക്കാൻ സൂക്ഷിച്ചാൽ മതി. ഷെല്ലിന് ഫെവിക്കോളിന് മതിന്ന് ഗ്ലൂ ഒഴിച്ചു, പേപ്പർ ഒട്ടിച്ചു, അതിന്റെ മേലെ കുറച്ച് ഗ്ലൂ ഒഴിച്ചു, എന്നിട്ട് വുഡൻ പീസിന്റെ മേലെ വെച്ചു കൊടുത്തു. ചെയ്യുമ്പോ സെറ്റ് ആയിക്കോളും. ഇനിയാണ് കക്കാറച്ചി ഷെല്ല്. പുള്ളിക്കാരന്മാരെ ബോട്ടം പോർഷനിലൊന്ന് അറേഞ്ച് ചെയ്തപ്പോ സെറ്റ് ആയിട്ട് തോന്നി. അങ്ങനെ അതുങ്ങളെയും സെറ്റാക്കി ഒട്ടിച്ചെടുത്തു. ഈ ഒരു ടൈമില് രഞ്ജിത, അശ്വതി, അൻഷിയ, സനാഎ എല്ലാവർക്കും എന്റെ വക ഒരു ബിഗ് ഹായ്. ഇങ്ങനെ കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കളറാക്കാം. പിന്നെ പൂവിന്റെ സെന്ററിൽ ഒരു പുതിയ ആളും കൂടി വന്നിട്ടുണ്ട്. അതും ഒരു ഷെൽ പീസ് തന്നെ. പിന്നെ ബോർഡറിൽ 4-4 ഷെല്ലും കൂടി ഇരിക്കട്ടെ. ആദ്യം ഓർത്തത് ഫുൾ ബോർഡർ സെറ്റ് ചെയ്യാന്നാ. പിന്നെ ഓർത്ത് ഇത്രയൊക്കെ മതി. ഫുള്ളാക്കിയ ബോറാവില്ലേ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള സജഷൻസും ഞാൻ മറന്നിട്ടില്ല. ഒക്കെ പയ്യെ വരുന്നതായിരിക്കും. പിന്നെ ഈ സാധനം ഇഷ്ടമായി ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കണ്ട.